ദീപക്, ഇപ്പോൾ കുടുംബം ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട നിയമ നടപടിയിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാലകൃഷ്ണൻ, IC ബാലകൃഷ്ണൻ MLA തന്നെ പണം വാങ്ങി വിജയനെ കബളിപ്പിച്ചു എന്ന നിഗമനത്തിൽ വേണം നമ്മൾ എത്തിച്ചേരാൻ. അത് കൃത്യമായി തന്നെ വിജയന്റെ കത്തിൽ പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. സിനോജ് തോമസ് കൂടി ചേരുന്നുണ്ട്. സിനോജ്, വലിയ സമ്മർദ്ദമാണ് വിജയൻ അനുഭവിച്ചത് എന്നത് അദ്ദേഹത്തിന്റെ കത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. KPCC പ്രസിഡന്റിന് അയച്ച കത്താണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നു, പണം വാങ്ങി, അത് MLAക്ക് വേണ്ടിയാണ് വാങ്ങിച്ചത്, MLA പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് എന്ന് തന്നെ അദ്ദേഹം പറയുകയാണ്. ഇത് തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല, MLA പറ്റിക്കുകയും ചെയ്തു എന്ന സാഹചര്യത്തിൽ വലിയ മാനസിക സമ്മർദ്ദമാണ് വിജയൻ അനുഭവിച്ചിരുന്നതല്ലേ? തീർച്ചയായും വിനീത, അതായത് NM വിജയൻ എന്ന് പറയുന്നത് വയനാട്ടിൻ്റെ ഒരു സൗമ്യ മുഖമായിരുന്നു, കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു. ബത്തേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങി. പക്ഷേ വയനാട് ജില്ലാ ട്രഷറർ വരെ എത്തി നിൽക്കുന്നു. എല്ലാ തെരഞ്ഞെടുപ്പിലും സജീവ സാന്നിധ്യമായിരുന്നു വിജയേട്ടൻ എന്നാണ് വയനാട്ടുകാർ വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ രീതിയിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് CPM പറയുന്നത് NM വിജയനെ ബലിയാടാക്കി, കോൺഗ്രസ് നേതാക്കൾ ബലിയാടാക്കി എന്നാണ് CPM പറയുന്നത്. അതായത് NM വിജയനെ മറിയാക്കിക്കൊണ്ട് ഈ ബത്തേരിയിലെ ബാങ്കുകളിൽ നിയമനം നടത്താൻ വേണ്ടി ലക്ഷങ്ങളും കോടികളും നേതൃത്വം വാങ്ങിയെടുത്തു. പക്ഷേ ആ നിയമനം പല കാര്യങ്ങൾ കൊണ്ട് നടന്നില്ല. പ്രത്യേകിച്ച് 2021 മുതലാണ് ഇത് വലിയ രീതിയിൽ വയനാട്ടിൽ ചർച്ചയാവുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് K വിനയൻ ഉൾപ്പെടെ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തി അന്ന് ഇക്കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞതാണ്. തുടർന്ന് അന്ന് അന്വേഷണ കമ്മീഷനെ കോൺഗ്രസ് നേതൃത്വം വയ്ക്കുന്നത്. തുടർന്ന് K സുധാകരൻ തന്നെയാണ് രണ്ട് നേതാക്കളെ, അന്നത്തെ DCC ട്രഷറായിരുന്ന KK ഗോപിനാഥ്, ബാങ്കിന്റെ ഭരണസമിതി ചെയർമാനായിരുന്ന സണ്ണി ജോർജ് എന്നിങ്ങനെ രണ്ടുപേരെ അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു 2021 കാലഘട്ടത്തിൽ. അതിനുശേഷം ഇത് സജീവമായ ചർച്ച നടക്കുന്നു. സഹകരണ വകുപ്പ് അന്വേഷിക്കുന്നു. ഈ നിയമനങ്ങൾ നടത്താൻ കഴിയാതെ പോകുന്നു. നമുക്ക് ദീപക്കിലേക്ക് പോകണം, സിനോജിലേക്ക് എത്താം. ഇപ്പോൾ വിജയന്റെയും മകന്റെയും മൃതദേഹം അവിടേക്ക് എത്തിച്ചിരിക്കുകയാണ് ദീപക്, അല്ലേ? സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിലേക്കാണ് NM വിജയൻ്റെയും മകൻ ജിതേഷിൻ്റെയും മൃതദേഹങ്ങൾ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ആദ്യം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇരുവരെയും വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ബത്തേരിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ വെച്ചാണ് ഇന്നലെ മരണം സംഭവിച്ചത്. ഇന്നലെ വൈകിട്ടോടുകൂടി ജിജീഷിൻ്റെ മരണവാർത്തയാണ് ആദ്യം അറിഞ്ഞത്. തൊട്ട് പിന്നാലെ വിജയനും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മൃതദേഹം അവിടെ എത്തിച്ചിരിക്കുകയാണ്. ഏതായാലും നിയമ നടപടിയിലേക്ക് പോവുകയാണ് കുടുംബം. ദുരൂഹതയുണ്ട് ഈ മരണത്തിൽ. ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ സംശയത്തിന്റെ ആദ്യം മുന നീളുന്നത് IC ബാലകൃഷ്ണൻ MLAയിലേക്ക് തന്നെയാണ്. സിനോജ്, നമ്മൾ പറഞ്ഞു വന്നതും അതാണ്. പണം നൽകുന്നതിന് വേണ്ടി വിജയനെയാണ് ആളുകൾ സമീപിച്ചു തുടങ്ങിയത്. ബാലകൃഷ്ണൻ MLA അവിടെ സുരക്ഷിതനായിരിക്കുന്നു. അദ്ദേഹം പണം നൽകുന്നുമില്ല. വിജയൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി മാറിയിരുന്നു, അല്ലേ? വിനീത, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിജയൻ, അതായത് വിജയേട്ടൻ എന്ന് വിളിക്കുന്ന NM വിജയൻ വയനാട്ടുകാർക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു, എല്ലാവർക്കും വിശ്വസ്തരായിരുന്നു. അത് മറിയാക്കി തട്ടിപ്പ് നടത്തിയെന്നാണ് CPM പറയുന്നത്. പ്രത്യേകിച്ച് ബത്തേരി കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയ കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹത്തെ മുൻനിർത്തി പണം വാങ്ങുന്നു. പിന്നീട് നിയമനങ്ങൾ നടത്താൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ഈ പണം തിരികെ നൽകുന്നില്ല. അങ്ങനെ ഉദ്യോഗാർത്ഥികൾ പലതവണയും പണം തിരികെ ചോദിക്കുന്നു. അത് തിരികെ നൽകാൻ കഴിയാതെ വരുന്നു. ആ മനോവിഷമത്തിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് CPM ആരോപിക്കുന്നത്. ആത്മഹത്യ കുറിപ്പൊന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതൊക്കെ തന്നെ അന്വേഷണ ഘട്ടത്തിൽ കണ്ടെത്തേണ്ടതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ ബലിയാടാക്കിയെന്ന് CPM ആരോപിക്കുന്നത്. കഴിഞ്ഞ 4-5 വർഷമായി വയനാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയായിരുന്നു ഈ സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയം. കോൺഗ്രസ് അന്വേഷിച്ചതാണ്. ഇതിനിടയിലാണ് 2021 KPCC അധ്യക്ഷൻ കൂടെ K സുധാകരൻ NM വിജയൻ നൽകിയ കത്തും ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ വ്യക്തമായി തന്നെ IC ബാലകൃഷ്ണൻ MLAയുടെ പേര് പറയുന്നുണ്ട്. പണത്തിന്റെ കണക്ക് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് VD സതീശൻ കോഴിക്കോട് വന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് KPCC നേതൃത്വം നൽകിയ പരാതിയെക്കുറിച്ച് തനിക്ക് അറിയില്ല. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അതിന്റെ സത്യം പുറത്തു വരണമെന്ന് മാത്രമാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിരിക്കുന്നത്. T സിദ്ദിഖ് MLA ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് കോഴിക്കോടാണ് നടന്നത്. അവിടെ എത്തിയ ഘട്ടത്തിൽ T സിദ്ദിഖ് MLA പറഞ്ഞത് യാതൊരുവിധ പരാതിയെക്കുറിച്ചും അറിയില്ല, ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി വിഷമമുണ്ടായോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയില്ല, അതൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതാണെന്ന് മാത്രമാണ് T സിദ്ദിഖ് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് 2019 മുതൽ തുടങ്ങിയ ഒരു വിവാദമാണ്. അന്നാണ് ഈ പൈസ
വാങ്ങിയെന്ന് പറയുന്നു. പക്ഷേ ഈ വിവാദങ്ങൾ വന്നതോടുകൂടി തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ അവിടെ പടലപ്പിണക്കം ഉണ്ടാകുന്ന നേതാക്കൾ തന്നെ പരസ്യ പ്രതികരണമായി വാർത്താ സമ്മേളനം വിളിക്കുന്നു. അങ്ങനെ നിയമനങ്ങളൊന്നും തന്നെ നടക്കാതെ പോകുന്നു. അങ്ങനെ സഹകരണ വകുപ്പ് ഇടപെട്ട് ഈ നിയമനങ്ങൾ തടയുന്ന സാഹചര്യമാണ് ബത്തേരിൽ അന്ന് സംഭവിച്ചത്. അങ്ങനെ നിയമനങ്ങൾ നടക്കാതെ വന്നതോടുകൂടി ഈ പണം നൽകിയ ഉദ്യോഗാർത്ഥികൾ ഓരോരുത്തരായി വന്ന് പണം ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ കരാർ ലംഘനമുണ്ടായി. അങ്ങനെ പണം തിരികെ നൽകാൻ കഴിയാത്ത സാഹചര്യം വന്നു. അതോടുകൂടി ഇദ്ദേഹം ആത്മഹത്യയിലേക്ക് നീങ്ങിയെന്നാണ് CPM ആരോപിക്കുന്നത്. ഏതായാലും ഇതൊക്കെ തന്നെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും പോലീസും ഇത് ഗൗരവത്തിലെടുത്ത് അന്വേഷിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യാക്കുറിപ്പ് ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു. കാരണം ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഈ വിജയേട്ടനെ ഒപ്പം തന്നെ മകനെ വിഷം ഉള്ളിച്ചെന്ന രീതിയിൽ കണ്ടെത്തുന്നത്. ബത്തേരിയിൽ ആശുപത്രിയിൽ എത്തിക്കുന്നു. തുടർന്ന് ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് കോഴിക്കോടേക്ക് മാറ്റുകയാണ് ചെയ്തത്. അന്ന് ഈ വീട്ടിൽ 2 കോൺഗ്രസ് നേതാക്കൾ എത്തിയിരുന്നുവെന്നാണ് CPM നേതാക്കൾ ആരോപിക്കുന്നത്. അവർ ഈ ആത്മഹത്യാക്കുറിപ്പ് എടുത്തു മാറ്റിയെന്നും ആരോപിക്കുന്നുണ്ട്. ഏതായാലും അന്വേഷിക്കേണ്ടതാണ്. ഏതായാലും ബത്തേരി കേന്ദ്രീകരിച്ച് കോൺഗ്രസിന് സ്വാധീനമുള്ള ബാങ്കുകളിൽ നിയമനം നടത്താനും വേണ്ടി കോടികൾ വാങ്ങി എന്നാണ് കോൺഗ്രസ് തന്നെ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് 2023 കാലഘട്ടത്തിൽ 2 നേതാക്കളെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തത്. അന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ തന്നെ നേരിട്ടിടപെട്ട് അന്വേഷണ കമ്മീഷനെ നിയമിച്ചുകൊണ്ടാണ് 2 നേതാക്കളെ അന്ന് സസ്പെൻഡ് ചെയ്തത്. ഏതായാലും പാർട്ടി തന്നെ അവിടെ ക്രമക്കേട് നടന്നു, കൈക്കൂലി വാങ്ങി, കോഴ വാങ്ങി എന്ന് കണ്ടെത്തിയ ഒരു കേസാണ്. അത് ഇപ്പോഴും തീർന്നിട്ടില്ല. അങ്ങനെ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ ഇതുവരെ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. ആ ഘട്ടത്തിലാണ് IC ബാലകൃഷ്ണൻ, ബത്തേരിയിൽ തന്നെ IC ബാലകൃഷ്ണന്റെ MLA പേര് പറഞ്ഞുകൊണ്ട് NM വിജയൻ KPCC അധ്യക്ഷൻ നൽകിയ ഈ പരാതി ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി 1970 മുതൽ തന്നെ വയനാട്ടിൽ സജീവമായി രംഗത്തുണ്ടായിരുന്ന നേതാവായിരുന്നു NM വിജയൻ. അദ്ദേഹം ബത്തേരിൽ ഒരു 1.5 പതിറ്റാണ്ട് കാലത്തോളം ബത്തേരി മണ്ഡലം പ്രസിഡന്റായിരുന്നു, ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, നഗരസഭ ആയ ഘട്ടത്തിൽ ആദ്യത്തെ നഗരസഭാ കൗൺസിൽ അംഗം കൂടിയായിരുന്നു. അങ്ങനെ വിവിധ മേഖലയിൽ പ്രവർത്തിച്ച് ഇപ്പോൾ DCC ട്രഷറർ സ്ഥാനത്തിരിക്കുകയാണ്. ഇങ്ങനൊരു ദാരുണമായി മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. അതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് CPM നേതാക്കൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ കൂടുതൽ ഒരു പ്രതികരണം നടത്താൻ ഈ ഘട്ടത്തിൽ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് മാത്രമാണ് അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാരുണ്ടെങ്കിൽ കുറ്റം ചെയ്തവരെ പിടിക്കട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ KPCC അധ്യക്ഷൻ K. സുധാകരൻ ഉൾപ്പെടെ പ്രതികരണം ഈ വിഷയത്തിൽ വേണ്ടതാണ്. കാരണം അദ്ദേഹത്തിനാണ് ഈ പരാതി NM വിജയൻ 2021 നൽകിയെന്ന് പറയുന്നത്. ആ കത്തിലാണ് അവിടുത്തെ ബത്തേരി MLA ആയ IC ബാലകൃഷ്ണൻ പേര് ഉൾപ്പെടുകയും ചെയ്യുന്നത്. വിനീത.